സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കുന്നതിനുള്ള കായിക താരങ്ങളുടെ ആദ്യ ബാച്ച് തിരുവനന്തപുരത്തെത്തി. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ കായിക താരങ്ങളുടെ ആദ്യ സംഘത്തിന് സ്വീകരണവും നൽകിയിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി ദേവനാണ് ചേരുന്നത്. ദേവൻ, എന്തായാലും കുട്ടി ഒളിമ്പിക്സിന് അരങ്ങുണർന്നിരിക്കുകയാണ്. ആദ്യ ബാച്ച് എത്തിയപ്പോൾ അവരെ ഏത് രീതിയിലാണ് സ്വീകരിച്ചിരിക്കുന്നത്? സ്വാതി, കുട്ടികളെല്ലാം തന്നെ വലിയ ആവേശത്തിലാണ്. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് കാസർഗോഡ് നിന്നുള്ള ആദ്യ സംഘമാണ്. ഇൻക്ലൂസീവ് സ്പോർട്സ് വിഭാഗത്തിൽ മത്സരിക്കുന്ന കുട്ടികളാണ് എന്നോടൊപ്പം ഉള്ളത്. വിദ്യാഭ്യാസ മന്ത്രി GR അനിലും ചേർന്ന് കുട്ടികളെല്ലാം തന്നെ വളരെ ആർദ്രത്തോടെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. കുട്ടികളെല്ലാം തന്നെ വലിയ ആവേശത്തിൽ. നമുക്ക് ആവേശം ഒന്ന് കേൾക്കാം. ഇത്തവണ എങ്ങനെ കപ്പടിക്കുമോ? കാസർഗോഡേക്ക് കപ്പും കൊണ്ടുപോകുന്ന രീതിയിലാണോ? ഏതായിട്ടാ മത്സരിക്കുന്നത്? ഷട്ടില്. അപ്പൊ ഷട്ടില് നമ്മൾ തന്നെ. ഫുട്ബോളിൽ നമ്മൾ തന്നെ. അത്രേ ഉള്ളൂ. നമ്മളോടൊപ്പം അധ്യാപകർ കൂടെ ചേരുന്നുണ്ട്. ടീച്ചറെ, ഇപ്പൊ കാസർഗോഡ് നിന്നാണ്, ഏത് സ്കൂളിൽ നിന്നാണ് നിങ്ങൾ വരുന്നത്? കാസർഗോഡ് ജില്ലയിലെ മൊത്തം സ്കൂളിൽ നിന്നാണ്. കുട്ടികളുടെ ഒരു ആവേശം എങ്ങനെയുണ്ട്? ഇപ്പം ഒളിമ്പിക്സ് മാതൃകയിലാണ് കായികമേള നടക്കുന്നത്. ഒത്തിരി മത്സരങ്ങളുണ്ട്, വലിയ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ കുട്ടികളുടെ ആവേശം, അവരുടെ പരിശീലനമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പരിശീലനം 3 ദിവസത്തെ ക്യാമ്പ് കൊടുത്തായിരുന്നു. കുട്ടികൾക്ക് നല്ല പരിശീലനം കൊടുത്തത്. കപ്പടിക്കുന്നതാണ് ഇവരെ പ്രതീക്ഷ. ആ പ്രതീക്ഷയോടൊപ്പം നമ്മൾ നിൽക്കുന്നു. കപ്പടിച്ചിട്ടല്ലേ നമ്മൾ പോകത്തുള്ളൂ. സ്വാതി, അങ്ങനെ തന്നെയാണ്. കുട്ടികളെല്ലാം ഭയങ്കര വലിയ ആവശ്യത്തിൽ തന്നെയാണ്. നാളെ മുതലാണ് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് തുടക്കമാകുന്നത്. നാളെ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് തുടക്കം കുറിക്കും. അതിനുശേഷം മറ്റന്നാൾ മുതലാണ് മത്സരങ്ങളെല്ലാം തന്നെ ആരംഭിക്കുന്നത്. 12 വേദികളിലായാണ് മത്സരങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ഏകദേശം 20,000-ലധികം കുട്ടികൾ ഈ മത്സരത്തിൻ്റെ ഈ കായികമേളയുടെ ഭാഗമാകുന്നുണ്ട്. അതിനോടുള്ള പൂർണ്ണ സജ്ജീകരണങ്ങളെല്ലാം തന്നെ വിദ്യാഭ്യാസ വകുപ്പും ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടവും എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. വിവിധ വേദികളിലായിട്ടാണ് തിരുവനന്തപുരത്ത് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷേ മഴ ഒരു ചെറിയ വെല്ലുവിളിയായിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ പോലും തിരുവനന്തപുരത്ത് മഴ നല്ല രീതിയിൽ തന്നെ ലഭിക്കുന്നുണ്ട്. പക്ഷേ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിരിക്കുന്ന പ്രധാന വേദിയിൽ ഇൻഡോർ ഗെയിംസ് അടക്കമുള്ള മത്സരങ്ങൾ നടത്താനുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഈ സ്റ്റേഡിയത്തിൻ്റെ പരിമിതികൾ കൊണ്ട് ഒരു ഇൻഡോർ സ്റ്റേഡിയം കൃത്രിമമായി നിർമ്മിച്ചുകൊണ്ട് ഒരു സ്കൂൾ കായികമേളയ്ക്ക് അതിൻ്റെ ഉള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കുന്നത്. അത്തരത്തിൽ എല്ലാ വിധത്തിലും കായികമേളയെ പൂർണ്ണ വിജയത്തിലാക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഒളിമ്പിക്സ് മാതൃകയിലാണ് ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കായികമേള സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ കൊച്ചിയിൽ സംഘടിപ്പിച്ച പോലെ തന്നെ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിലും അതിൻ്റെ പൂർണ്ണ വിജയം വിദ്യാഭ്യാസ വകുപ്പും തന്നെ കായിക അധ്യാപകരെല്ലാം തന്നെ ലക്ഷ്യമിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ട് തന്നെ അവരെ ആ മത്സരങ്ങളിലേക്ക് കടക്കാൻ തന്നെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പും തീരുമാനിച്ചിരിക്കുന്നത്. ഇനി നാളെ വൈകിട്ടാണ് ഈ ഉദ്ഘാടന ചടങ്ങുകളെല്ലാം നടക്കുന്നത്. ഈ ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും മത്സരങ്ങൾക്കെല്ലാം തന്നെ മറ്റന്നാൾ മുതൽ തുടക്കം കുറിക്കുക. സ്വാതി. ശരി ദേവൻ, എന്തായാലും കുട്ടികളുടെ ആ ഒരു പ്രകടനത്തിനായിട്ട് എല്ലാവരും തന്നെ കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ്. സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ആദ്യ ബാച്ച് എത്തിയിരിക്കുകയാണ്. ആ വിവരങ്ങളാണ് ദേവൻ നൽകിയത്.